ഈശോയെ സ്നേഹം നിറഞ്ഞവേ, ഗ്ലോറിയയിലേക്ക് എല്ലാവരെയും ഒരു കൂടി സ്വാഗതം ചെയ്യുന്നു. ഒരു ഗതിയും പരഗതിയുമില്ലാതെ ആട്ടിടയന്മാരെ നോക്കി ജീവിച്ചിരുന്ന, ഒരു ജീവിതത്തിൻ്റെ ഒരു ആദ്യവും അവസാനമില്ലാതെ അലഞ്ഞു നടന്നിരുന്ന ആട്ടിടയന്മാർക്ക് ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ട് പറയുകയാണ്, സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. ഇതായിരിക്കും നിങ്ങൾക്ക് അടയാളം. വെള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിൽ കിടത്തിയിരിക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും. വിശ്വാസസ്നേഹം നിറഞ്ഞവരെ, ഒന്നും അറിയത്തില്ലാത്ത ആ ആട്ടിടയന്മാർക്ക് ആ സന്ദേശം കിട്ടിയപ്പോൾ ദൂതൻ പറഞ്ഞതുപോലെ അവർ ഓടിപ്പോയി, അതിവേഗം പോയി മറിയത്തെയും ജോസഫിനെയും പുൽത്തൊട്ടിൽ കിടക്കുന്ന ശിശുവിനെയും കണ്ടു. അനന്തരം ശിശുവിനെക്കുറിച്ച് തങ്ങളോട് പറയപ്പെട്ട കാര്യങ്ങൾ മറ്റുള്ളവരെ അവർ അറിയിച്ചു. ഈ ഒരു വചനം ലൂക്കാ 2:18-17 നമ്മൾ സംസാരിക്കുമ്പോൾ അവർക്ക് കിട്ടിയ ആ അരുളപ്പാട്, അവർക്ക് കിട്ടിയ ആ ഭാഗ്യം മറ്റുള്ളവരെ അവർ അറിയിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ലോകം മുഴുവൻ നസ്രായനായ യേശു ക്രിസ്തുവിൻ്റെ പിറവിയെപ്പറ്റി ലോകം മുഴുവൻ അറിയുകയാണ്. ഇന്ന് നമ്മൾ ഈ ഒരു ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ നമ്മൾ പല മേഖലയിലായിരിക്കുമ്പോൾ ഈശോ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പല മേഖലയിൽ കൂടെ, പല ജീവിത സാഹചര്യങ്ങളിലൂടെ നമ്മുടെ ജീവിതത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്, നമുക്ക് അനുഭവമായിട്ടുണ്ട്, നമുക്ക് അറിവായിട്ടുണ്ട്, സഹായകമായിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് എത്ര പേരോട് ഈശോയെപ്പറ്റി മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അന്നത്തെ ആ സാഹചര്യത്തിൽ, ആ ഒരു മേഖലയിൽ, ആ അറിവിൽ നിന്നുകൊണ്ട് ദൂതന്മാർ അവരെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ, ആയ രീതിയിൽ ഈശോയെപ്പറ്റി, ഈശോയുടെ പിറവിയെപ്പറ്റി ലോകം മുഴുവൻ അല്ലെങ്കിൽ മറ്റുള്ളവരെ അറിയിക്കുവാൻ ശ്രമിച്ചപ്പോൾ ഇന്ന് ഒത്തിരിയേറെ ബുദ്ധിയും വിവരവും ജ്ഞാനവും പക്വതയും ടെക്നോളജിയും ലോകത്തിലെ വിരൽത്തുമ്പിലിരുന്ന് മൊബൈലിലൂടെ കാണാനുള്ള സാഹചര്യങ്ങളും എല്ലാം നമ്മുടെ കയ്യിലുള്ളപ്പോൾ നമുക്ക് എത്ര പേർക്ക് ജ്വാലിതയില്ലാതെ, നാണമില്ലാതെ നമുക്ക് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ ശ്രമിക്കും. വിശ്വാസസ്നേഹം നിറഞ്ഞ ഈ ഒരു ക്രിസ്മസിലൊക്കെ വരുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ആ ആട്ടിടയന്മാരെ പോലെ, ആ ജ്ഞാനികളെ പോലെ ഒക്കെ ആയിരിക്കണം നമുക്ക് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ എത്ര പേർക്ക് കൊടുക്കുവാൻ സാധിക്കും. പ്രാർത്ഥിക്കാം, അനുദപിക്കാം, പശ്ചാത്തപിക്കാം. ഈ ഒരു മേഖലകളെ നമുക്ക് ദൈവത്തിന് സമർപ്പിച്ച് മുന്നോട്ട് നീങ്ങാം. ഈ ഒരു ക്രിസ്മസ് എല്ലാവർക്കും സമൃദ്ധമായ ഒരു വിവേകത്തിൻ്റെ, പക്വതയുടെയും ഒരു അനുഗ്രഹത്തിൻ്റെയും ക്രിസ്മസ് ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹാപ്പി ക്രിസ്മസ്. This is a sweet and bitter spiritual program. Join with us in sharing